الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر ذنب وقابل توب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والآخرة خير وأبقى ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അല്ലാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വളരെ നിർണായകമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു വസ്തു നമ്മൾ വാങ്ങുമ്പോൾ, എന്തെങ്കിലും ഒന്ന് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് അതിനെപ്പറ്റി അറിവുള്ള, അതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളോട് ചോദിച്ചിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ്, ഒന്നിലേറെ ആളുകളെ കണ്ട് അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ പണം ചെലവഴിക്കാറുള്ളത്. വിലപ്പെട്ടതെന്തും വാങ്ങുമ്പോൾ, നമ്മളൊരു വലിയ സ്ഥലം വാങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ധാരണയുള്ളവരോട് കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങാറുള്ളത്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ, ഒരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ അതിനെപ്പറ്റി നന്നായി അറിയുന്ന ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാങ്ങാറുള്ളത്. എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്, പക്ഷെ ഞാൻ വാങ്ങിയത് ഇതാണ്. നമ്മൾ അങ്ങനെ പറയും. കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ എനിക്കിഷ്ടതായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയത് ഇതാണ്. ഇന്ന ആള് ഇതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് വാങ്ങിയത്. നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. അതിലേറ്റവും അറിവുള്ള ഒരാളോട് കൺസൾട്ട് ചെയ്യുമ്പോഴാണ്, അഭിപ്രായം ചോദിക്കുമ്പോഴാണ്, അയാളുടെ നിർദ്ദേശങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നിടത്ത് നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ അല്ല പ്രാധാന്യമുള്ളത്. എന്ത് കാര്യത്തിലാണോ തീരുമാനമെടുക്കുന്നത് ആ കാര്യത്തിൽ ഏറ്റവും അറിവുള്ളവരുടെ അഭിപ്രായങ്ങൾക്കാണ് വിലയുള്ളത്. അങ്ങനെ അറിവുള്ള ഒരാൾ നമ്മളോട് പറയാണ്, ഇതാണ് ഏറ്റവും നല്ലത്, ഒരുപാട് കാലം നിലനിൽക്കുന്നതും ഇതാണ്, ക്വാളിറ്റി ഉള്ളതും ലാസ്റ്റ് ചെയ്യുന്നതും ഇതാണ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളോട് പറയും, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഇതാണ്, ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കാൻ അതും ഈ ഇന്ന പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെയാണ് തെരഞ്ഞെടുക്കുക. പരിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് പദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഇതാണ്, ഒരുപാട് കാലം നിലനിൽക്കുന്നതും ഇതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന
ഈ രണ്ട് പദങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞത്, പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കുക. അതിന്റെ ഇഷ്ടം അതാണ്, എനിക്ക് ആഗ്രഹം അതാണ്. അവിടെയാണ് നമ്മൾ വിലപിടിപ്പുള്ള ഒന്ന് അവിടെ തീരുമാനമെടുക്കുമ്പോ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാറുണ്ട്. അത് ഇന്നയാള് പറഞ്ഞപ്പോ, ഇന്ന രൂപത്തിൽ എനിക്കൊരു ഉപദേശം കിട്ടിയപ്പോ, നിർദ്ദേശം കിട്ടിയപ്പോ ഞാൻ അതാണ് പോയി വാങ്ങിയത് എന്ന് പറയാറുണ്ട്. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇഹലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഏറ്റവും കൃത്യമായി അറിയുന്ന പടച്ച റബ്ബ് അല്ലാഹു നമുക്ക് മനഃപ്പാടമുള്ള ഒരു സൂറത്തിൽ നമ്മളോട് പറഞ്ഞൊരു കാര്യം, വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. ഖൈറുൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, അബ്ഖാ എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നത്, ബാക്കിയാകുന്നത്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും നല്ലതും വൽ ആഖിറ, ആഖിറമാണ്, പരലോകമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അതിനെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ദുനിയാവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അറിയുന്നവനാണ്. നമുക്ക് ദുനിയാവിനെക്കുറിച്ച് നമ്മുടെ അറിവ് എത്രയാണ്? നമ്മൾ ദുനിയാവ് തെരഞ്ഞെടുക്കും, ദുനിയാവിന് വേണ്ടി സമയം ചെലവഴിക്കും, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കും. ദുനിയാവിനെ കുറിച്ചുള്ള നമ്മുടെ പരമാവധി അറിവിന്റെ പ്രായം എത്രയാണ്? 50 കൊല്ലമാണോ, 60 കൊല്ലമാണോ, 80 കൊല്ലമാണോ? എത്ര കാലമാണ് ദുനിയാവിനെ നമുക്ക് പഠിക്കാൻ പറ്റുക? എത്ര അറിവാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക ദുനിയാവിനെ കുറിച്ച്? നമ്മൾ എന്താണ് തെരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ? അള്ളാഹു നമ്മളോട് പറയുന്നത് വല്ലാഹിറ, നിങ്ങളുടെ മുമ്പിൽ അദ്ദുന്യ വല്ലാഹിറ, ദുനിയാവുണ്ട് ആഖിറയുണ്ട്. വല്ലാഹിറ, ആഖിറമാണ്. ഖൈറും വ അബ്ഖാ, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആഖിറാണ്. അബ്ഖാ, ഏറ്റവും നിലനിൽക്കുന്ന, എല്ലാ കാലത്തും നിലനിൽക്കുന്നതും ആഖിറമാണ്. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ആഖിറം തെരഞ്ഞെടുക്കണം എന്നൊരു നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് അള്ളാഹു ദുനിയാവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമ്മളോട് പറയുന്നത്. ദുനിയാവിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് അത് നിങ്ങളെ വഞ്ചിക്കുന്ന ചരക്കാണ്. അതിന്റെ കളർ ഇങ്ങനെ കാണും, കളർ കണ്ടിട്ട് വാങ്ങും ആൾക്കാർ. പല വസ്തുക്കളുടെയും മിനുക്കം കണ്ടിട്ട്, തിളക്കം കണ്ടിട്ട് ആൾക്കാർ വാങ്ങും. തിളക്കം കാണുമ്പോഴും മിനുക്കം കാണുമ്പോഴും ആളുകൾ പല വസ്തുക്കളും വാങ്ങിക്കൂട്ടും. ദുനിയാവെന്ന് പറയുന്നത് മത്താ ആണ്, ഒരു നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുക്കേണ്ടത്, നമുക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ആഖിറാണ്, പരലോകാണ്. ഞാനൊരു ഹദീസിനെ പറ്റി പറയാനാണ് ഇങ്ങനൊരു ആമുഖം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഞാനും നമ്മൾ ഏറ്റവും അധികം തെരഞ്ഞെടുക്കേണ്ടത് പരലോകമാണ് എന്ന് പറയുമ്പോൾ എന്താണ് പരലോകത്തേക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്? എന്താണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനൊരു 7 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പരലോകമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന, നിങ്ങൾ ചെയ്യേണ്ടുന്ന, പരലോകം തെരഞ്ഞെടുക്കുന്ന ഒരാളുടെ നിർബന്ധമായും അയാളുടെ പ്രവർത്തനങ്ങളിൽ വരേണ്ടുന്ന ഒരു 7 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മരണാനന്തരം നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്ന 7 കാര്യങ്ങൾ. എനിക്ക് നിസ്കാരത്തിന് പ്രതിഫലം കിട്ടും, നിസ്കരിച്ചാൽ നമുക്കൊക്കെ പ്രതിഫലം കിട്ടും. അത് ഏതുവരെയാ? മരണം വരെയാണ്. നിസ്കാരം മരണം വരെയാണ്. നമ്മൾ ഹജ്ജ് ചെയ്താൽ അതിന്റെ പ്രതിഫലം, അത് ഹജ്ജ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ മരണം വരെയാണ്. മരണാനന്തരം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് പ്രതിഫലം കിട്ടുന്ന 7 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് അതിസമ്പന്നനായ ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന 7 കാര്യങ്ങളാണെങ്കിലോ, ഒരു സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത 7 കാര്യങ്ങളാണെങ്കിലോ അങ്ങനെയല്ല. നമ്മുടെ കൂട്ടത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾക്ക് പോലും ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മരണാനന്തരം നിങ്ങൾക്ക് നിരന്തരം പ്രതിഫലം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന നന്മകളെക്കുറിച്ചും
പ്രതിഫലമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൽമൻ അല്ലമഹു വനശറഹു. നിങ്ങൾ ആരെങ്കിലും ഒരറിവ് പഠിപ്പിച്ചു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ, എന്തെങ്കിലും ഒരറിവ് നിങ്ങൾ പകർന്നു കൊടുക്കുകയും പങ്കുവെക്കുകയും എത്തിച്ചു കൊടുക്കുകയും അറിയിച്ചു കൊടുക്കുകയും ചെയ്താൽ, ആ അറിവ് നിലനിൽക്കുന്നിടത്തോളം കാലം, അതെത്ര കാലാണ് ഒരറിവ് നിലനിൽക്കുക, അത്രയും കാലം നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. അത് ആർക്കാ കഴിയുക? അത് വലിയ പണ്ഡിതന്മാർക്കാണ്. വലിയ വലിയ പണ്ഡിതന്മാർക്ക് മാത്രമാണോ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുക? നമ്മളൊരു സദസ്സിൽ പങ്കെടുത്തിട്ട് ആ സദസ്സിൽ നിന്ന് നമുക്കൊരു ഹദീസ് കേൾക്കാൻ പറ്റി. ആ സദസ്സിൽ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്തിൻ, സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും 10 തവണ പാരായണം ചെയ്താൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ഒരു ദിവസം 10 തവണ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണെങ്കിൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കും. നമ്മളൊരു സദസ്സിൽ ഇരുന്നപ്പോ ഇങ്ങനെ ഒരു കാര്യം കേട്ടു, നമ്മളുടെ മനസ്സിൽ കുറിച്ചു വെച്ചു. നമ്മളുടെ മുമ്പിലേക്ക് ഒരാൾ വരുമ്പോൾ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ, നമ്മൾ ഇത് വേറൊരാളോട് പങ്കുവച്ചാൽ, നമ്മളുടെ മരണശേഷവും അതിന്റെ പ്രതിഫലം, ആ അറിവിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര പ്രാധാന്യമുള്ള, എത്ര ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ഇൽമ അന്വേഷിക്കുന്നതാണെങ്കിലും നമ്മൾ ഇൽമ നേടുന്നതാണെങ്കിലും അത് മറ്റൊരാളോട് പറയുന്ന, അല്ലമഹു വനശറഹു, അല്ലാഹുവിന്റെ റസൂൽ പ്രയോഗിച്ച 2 പദാണ്. അറിവുമായി ബന്ധപ്പെട്ട റസൂൽ പറഞ്ഞത് അത് പഠിപ്പിച്ചു കൊടുക്കുക വേറൊരാൾക്ക്. നമ്മുടെ കുട്ടിനെ ഇരുത്തിയിട്ട്, നമ്മളുടെ മക്കളെ ഇരുത്തി നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ, നമ്മളുടെ കടയിൽ വരുന്ന ഒരു കസ്റ്റമറോട് കുറേ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചെറിയ ഹദീസ് നമ്മൾ പറഞ്ഞാൽ, അത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ആളുകൾക്ക് എവിടുന്ന് അറിവ് കിട്ടിയാലും ഒരു നല്ല അറിവ് ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 10 വട്ടം ഓതുക എന്നുള്ളത് ഒരാൾക്ക് ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. നമ്മൾ അത് ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചര്യ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തുടക്കം കുറിച്ചാൽ അതിന്റെ പ്രതിഫലം, ആ ഇൽമ പങ്കുവച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെല്ലാം മാർഗങ്ങളുണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്ത് അറിവ് പ്രചരിപ്പിക്കാൻ. നമ്മളുടെ സോഷ്യൽ മീഡിയ പേജിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് അത് വായിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളിലേക്ക്, ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകളിലേക്ക് ദിവസവും FB പേജിൽ ഒരു ഹദീസ് ഇങ്ങനെ എഴുതിയിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഹദീസ് അത് അവനവന്റെ ഭാഷയിൽ, ഇംഗ്ലീഷിലാണോ തമിഴിലാണോ മലയാളത്തിലാണോ കന്നഡയിലാണോ ഉറുദുവിലാണോ, ലോകത്ത് ലഭ്യമായ അവനവൻ അറിയുന്ന ഒരു ഭാഷയിൽ ഒരു ഹദീസിന്റെ ആശയം എഴുതിയിട്ട് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ എത്രയോ ആളുകൾ അത് വായിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അത് വായിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അറിവ് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രതിഫലം നാളെ പരലോകത്തുണ്ടാവും. അത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം, ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന ആരാധനാകർമ്മം, വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്ന ആരാധനാകർമ്മം നമസ്കാരമാണ്. പക്ഷെ നമസ്കാരത്തിന്റെ പ്രതിഫലം നമ്മളുടെ മരണത്തോടുകൂടെ അവസാനിക്കും. ഒരറിവ് നമ്മൾ പ്രചരിപ്പിച്ചാൽ, മറ്റൊരാളെ ഒരു കാര്യം പഠിപ്പിച്ചാൽ, ജീവിതകാലം മുഴുവൻ നമുക്കതിന്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു ദിക്ർ, ഒരു ചെറിയ ദിക്ർ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അയാളത് മറ്റൊരാളെ പഠിപ്പിച്ചു, അയാളതൊരു മറ്റൊരാളെ പഠിപ്പിച്ചു. അങ്ങനെ ലോകത്തെ അറിവ് നിലനിൽക്കുന്നിടത്തോളം കാലം അറിവിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. തലമുറകൾക്കപ്പുറത്തേക്ക് അത് പകർന്നു കൊടുക്കും. തലമുറകൾക്കപ്പുറത്തേക്ക് അത് പകർന്നു കൊടുക്കും. എപ്പോഴും എന്റെ വാപ്പ നിരന്തരം രാവിലെ വിളിച്ച് എനിക്ക് ചൊല്ലിത്തന്ന ഒരു ദിക്റാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ കുട്ടിയെ പഠിപ്പിക്കുമ്പോ ആ കുട്ടി അവന്റെ കുട്ടിയെ അവിടുന്ന് അടുത്ത തലമുറക്ക്
എത്ര കാലമാണ് ആ അറിവിന്റെ സ്വാധീനം നിലനിൽക്കുക? അത്രയും കാലം നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. എത്ര ആളുകളാണ് ആ ദിക്റുകൾ അങ്ങനെ കേട്ട് 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 തലമുറകളോളം ചൊല്ലിക്കൊണ്ടിരിക്കുക? അത്രയും പ്രതിഫലങ്ങൾ നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇൽമൻ, അറിവ് എന്ന് പറയുന്നത് അല്ലമഹു വനശറഹു, അതാരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് മരണാനന്തരം ബഅദ മൗതിഹി, മരണാനന്തരം അതിന്റെ പ്രതിഫലം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലദൻ സ്വാലിഹൻ തറക്കഹു, വലദൻ സ്വാലിഹൻ തറക്കഹു. നമ്മള് ഇവിടുന്ന് മരിച്ചു വിട്ടേച്ചു പോകുമ്പോ ഒരു സ്വാലിഹായ മകനെ അനന്തരമാക്കി നമ്മൾ പോവുക. നമുക്കെല്ലാവർക്കും മക്കളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാകാൻ അവരെയും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ ഒരു സന്താനമാവുക. അങ്ങനെ ആയാൽ ആ കുട്ടി മരണശേഷവും നമുക്ക് പ്രതിഫലം തന്നുകൊണ്ടിരിക്കും. മതപരമായ ഒരു ബോധം നൽകിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വിട്ടുപോകുന്നതെങ്കിൽ മരണാനന്തരവും നമ്മുടെ ഖബറിലേക്ക് അവർ പ്രതിഫലം തന്നുകൊണ്ടിരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് അവർക്കുള്ള പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാല് അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. വലിയ പ്രാധാന്യത്തോടുകൂടെ നമ്മളിൽ നിന്ന് റബ്ബ് സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വമിൻ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അള്ളാഹുവേ, എന്റെ മകനെ ഒരു നല്ല സ്വാലിഹായ സന്താനമാക്കണം എന്ന് മാത്രമല്ല, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മുന്നിൽ നിൽക്കാൻ യോഗ്യനാക്കണേ. അള്ളാഹുവെ, എന്റെ കുഞ്ഞിനെ, എന്റെ മകനെ, എന്റെ മകളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു സംഘത്തിന്റെ മുന്നിൽ നിൽക്കാൻ, അവർക്ക് നേതൃത്വം കൊടുക്കാൻ, അവരുടെ ലീഡറാകാൻ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, എന്റെ കുട്ടിയെ നീ ലീഡറാക്കണം, എന്റെ കുട്ടിയെ നീ നേതാവാക്കണം. ആരുടെ നേതാവാ? ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, തഖ്വ കാണിച്ച് ജീവിക്കുന്ന ആളുകളുടെ നേതാവാകാനുള്ള ഒരു അനുഗ്രഹം അതെന്റെ കുട്ടിക്ക് നൽകണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം എന്നല്ല, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബിനോട്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഖാല റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പോലെയുള്ള പ്രവാചകന്മാർ ഒരുപാട് പ്രാർത്ഥനകളിൽ നമുക്കത് കാണാൻ കഴിയും. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ അവരെ സ്വാലിഹായ സന്താനങ്ങളാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. സ്വാലിഹൻ തർല്ലാ, എന്റെ മകനെ നീ എന്താക്കണം? അള്ളാഹുവിൽ നിനക്ക് തൃപ്തിയുള്ള, നിനക്കിഷ്ടമുള്ള സ്വാലിഹായ ഒരു സന്താനമായി എന്റെ സന്താനത്തെ മാറ്റണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ്വലാ, അള്ളാഹുവെ, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. നമ്മള് നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. അതെന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമസ്കാരങ്ങൾ ചില സമയത്ത് നമുക്കതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോവുകയോ നമ്മൾ മറന്നു പോവുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിന് നമ്മൾ നല്ല താല്പര്യം കാണിക്കും, പക്ഷെ അതെല്ലായ്പ്പോഴും ഇല്ല. ചില സമയങ്ങളിൽ നമ്മളുടെ മനസ്സൊന്ന് ഈമാൻ ഇങ്ങനെ കുറഞ്ഞ് നിസ്കരിക്കും, പക്ഷെ ജമാഅത്ത് നിസ്കാരം ഉണ്ടാവില്ല. മറ്റു വക്തുകൾക്കൊക്കെ പോകും, സുബഹി കിട്ടൂല, ഇഷായിന്റെ ജമാഅത്ത് കിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ കിട്ടി. അങ്ങനെ വ്യത്യാസങ്ങൾ വരും. ചില സമയത്ത് എല്ലാ വക്ത് നമസ്കാരങ്ങൾക്കും നമ്മൾ എത്തും. നമ്മുടെ നമസ്കാരം നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റബ്ബി ജഅൽനി മുഖീമസ്വലാ, അല്ലാഹുവേ, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. വമിൻ ദുർരിയ്യതി, എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോ ഹുദൈഫ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഹുവ ഫിൽ മസ്ജിദി ലം യർജി, പള്ളിയിൽ പോയതാണ്, തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹുവിനെ അന്വേഷിച്ചിട്ട് പള്ളിയിൽ ചെല്ലുകയാണ്. പള്ളിയിൽ ചെന്നപ്പോ
ഫർള് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം വഇദാ ഹുദൈഫ ലാ യസാലു യുസല്ലി അസ്സുന്ന ബഅദ അസ്സലാ, ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നമസ്കാരം ഇങ്ങനെ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് വരേണ്ട സമയമായിട്ടും വന്നിട്ടില്ല. അദ്ദേഹത്തെ തെരഞ്ഞ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയപ്പോൾ അപ്പോഴും അദ്ദേഹം നമസ്കാരത്തിലാണ്. അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടി കൂടെ ഉണ്ട് പള്ളിന്റെ പുറത്ത്. ബാപ്പാന്റെ നിസ്കാരം കഴിയുന്നത് കാത്ത് വീട്ടിലേക്ക് കൂടെ പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞപ്പോ തന്നെ അന്വേഷിച്ചു വന്ന മനുഷ്യനോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. അത് നമ്മുടെ വിഷയത്തോട് വലിയ ബന്ധമുള്ള ഒരു വാക്കാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഅസീദു ഫീ സ്വലാത്തി മിൻ അജലി വലദി ഹാദാ. ഞാൻ ഒരുപാട് നേരം ദീർഘമായി നമസ്കരിച്ചത് എന്റെ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. എന്റെ നമസ്കാരം എങ്ങനെ നീണ്ടുപോയത് എന്റെ നമസ്കാരത്തിൽ ഞാൻ എന്റെ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഒരുപാട് ദീർഘമായി എന്റെ സുജൂദ് ഉണ്ടായത്, എന്റെ നമസ്കാരം ഇങ്ങനെ ദീർഘിച്ചു പോയത്, എന്റെ സുന്നത്ത് നമസ്കാരം ഇങ്ങനെ ഒരുപാട് നേരമായത് എന്റെ കാരണം ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സുന്നത്ത് നമസ്കാരങ്ങളിൽ ദീർഘമായി സുജൂദുകളിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മഹാരഥന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർ നല്ല മക്കളാകാൻ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാണ്. ഞാനവനെ മദ്രസ കൊണ്ടുപോയിട്ടുണ്ട്. പള്ളിക്ക് പോകുമ്പോൾ ഞാൻ കൈപിടിച്ചവനെ കൊണ്ടുപോകാറുണ്ട്. എല്ലാ പ്രസംഗങ്ങളും ഞാൻ അവനെ കേൾപ്പിക്കാറുണ്ട്. ഞാൻ അവനോട് ഖുർആൻ പഠിക്കാൻ പറയാറുണ്ട്. ഇതിന്റെ ഒക്കെ അപ്പുറം ഒരു വാപ്പാന്റെ പ്രാർത്ഥന കുട്ടിക്കുണ്ടാകണം. ഉമ്മയുടെ പ്രാർത്ഥന അവർ സ്വാലിഹ്യങ്ങളാകാൻ വേണ്ടി മക്കൾക്കുണ്ടാകണം എന്നാണ്. നമസ്കാരം നോമ്പൊക്കെ നമ്മൾ പറയണം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാം, കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാ. അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. യഅ്മുറു അഹ്ലഹു. പള്ളി പോയോ എന്നുള്ള ഒരു കേവല അന്വേഷണമല്ല. മകൻ ഇങ്ങനെ കയറി വരുമ്പോ, പ്ലസ് ടുവിന് പഠിക്കുന്ന മകള് കയറി വരുമ്പോ നിസ്കരിച്ചോ പള്ളി പോയോ എന്നുള്ള ഒരു അന്വേഷണമല്ല. ഉണ്ടോ അല്ലേ എന്നുള്ള അറിഞ്ഞു വെക്കല് മാത്രമല്ല, നിസ്കരിച്ചിട്ടുണ്ടോല്ലേ എന്ന് അറിഞ്ഞു വെക്കല് മാത്രമല്ല. യഅ്മുറു അഹ്ലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കൽപ്പിക്കുന്നതാണ്. പോയി നിസ്കരിക്ക് എന്ന് പറയുന്നതും നിസ്കരിച്ചോ എന്ന് ചോദിച്ചിട്ട് അതങ്ങനെ അറിഞ്ഞു വെക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബാപ്പ ചെയ്യേണ്ടത്, ഉമ്മ ചെയ്യേണ്ടത് അമ്രാണ്. മക്കളോട് കൽപ്പിക്കണം, നിസ്കരിക്കണം എന്ന് കൽപ്പിക്കണം മക്കളോട്. അമ്രാൻ കാന യഅ്മുറു അഹ്ലഹു. അഹ്ല് എന്ന് പറയുമ്പോ വീട്ടുകാരാണ്. തന്റെ വീട്ടുകാരോട് അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം കാന യഅ്മുറു അഹ്ലഹു. അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. ബിസ്സലാത്തി വസ്സകാത്ത്. നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും ദാനധർമ്മം ചെയ്യാനും നിസ്കരിക്കാനും ഇസ്മായിൽ തന്റെ കുടുംബത്തോട് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, സ്വാലിഹായ ഒരു സന്താനത്തെ വിട്ടുപോവുക. അത് മരണാനന്തര ജീവിതത്തിൽ മരണാനന്തരവും നമുക്ക് സൽക്കർമ്മങ്ങൾ എന്നുള്ളതിലേക്ക് പരിഗണിക്കപ്പെടുകയും പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. മൂന്നാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമുസ്ഹഫൻ വറസഹു. പരിശുദ്ധ ഖുർആൻ അതിന്റെ പ്രചാരണത്തിൽ അതിന്റെ ഒരു കോപ്പി, ഖുർആനിന്റെ ഒരു കോപ്പി ഒരാൾക്ക് കൊടുക്കുക, അത് വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അത് ഒരാൾക്ക് കൊടുക്കുന്നത്, നമ്മളിങ്ങനെ പള്ളികളിലേക്ക് ധാരാളം ആളുകൾ, മുത്തഖികളായ ഒരുപാട് ആളുകൾ പള്ളികളിലേക്ക് ഇങ്ങനെ വഖഫ് ചെയ്യുന്ന കാണാൻ പറ്റും. ആയിരക്കണക്കിന് കോപ്പികൾ വഖഫ് ചെയ്യുന്ന കാണാൻ പറ്റും. വമുസ്ഹഫൻ വറസഹു. ഖുർആൻ ഇല്ലാത്തൊരു വീട്ടിൽ ഓതാൻ വേണ്ടി ഖുർആൻ കൊടുക്കുക. പരിശുദ്ധ ഖുർആൻ ഇല്ലാത്ത ഒരു പ്രദേശത്ത്, ഒരു നാട്ടിൽ, ഒരു പള്ളിയിൽ 10 ഖുർആനിന്റെ കോപ്പി എത്തിച്ചു കൊടുക്കുക. ഖുർആൻ അതവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം, അത് പാരായണം ചെയ്യപ്പെടുന്നിടത്തോളം കാലം
അത് ഉപകാരപ്പെടുന്നിടത്തോളം കാലം, അത് വെച്ച ആളുകൾ മനഃപ്പാടമാക്കുന്നിടത്തോളം കാലം അതിനൊന്നും അളവും കണക്കും കാലം പോലും പറയാൻ കഴിയില്ല. അതിന്റെ കാലം പോലും പറയാൻ കഴിയില്ല. നമ്മളുടെ പരിശ്രമ ഫലമായി പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി ഒരാൾക്ക് നൽകി, അയാളത് മനഃപ്പാടമാക്കി അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ ഒന്നും സ്വാധീനവും അളവും തോതും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. മരണാനന്തരം ബഅദ മൗതിഹി, മരണാനന്തരം നിങ്ങളുടെ ഖബറിലേക്ക് പ്രതിഫലം വരുന്ന നിങ്ങളുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുന്ന കാര്യങ്ങളിൽ മുസ്ഹഫ് ഒരു ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വാങ്ങും, കൊടുക്കും, ഗിഫ്റ്റാക്കും ഒക്കെ ചെയ്യും. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി അതില്ലാത്തൊരു വീട്ടിൽ ചില ആൾക്കാർ പറയും വലിയ അക്ഷരമുള്ള ഒരു ഖുർആൻ കിട്ടിയിരുന്നെങ്കിൽ അത് സംഘടിപ്പിച്ച് വാങ്ങി അതൊരാൾക്ക് നൽകുമ്പോ, ഓതാൻ ആഗ്രഹമുള്ള ഒരാൾക്ക്, കാഴ്ച പിടിക്കാത്ത ഒരാൾ പറയാണ് വലിയ അക്ഷരമുള്ള ഒരു ഖുർആന്റെ കോപ്പി കിട്ടിയാൽ അത് കൊടുക്കുന്നത് ഞാനാകണം. അങ്ങനെ ഒരാൾ ഓതിയാൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പാരായണത്തിലുള്ള നിങ്ങളുടെ പങ്കാളിത്തം, അത് വലിയ പ്രതിഫലം കിട്ടും. മരണാനന്തരം അത് കൂലി കിട്ടും. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഒരുപാട് 100 കണക്കിന് ഖുർആന്റെ കോപ്പികളുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയൊക്കെയോ അധ്വാനങ്ങളുണ്ട്, ആരുടെയൊക്കെയോ പരിശ്രമങ്ങളുണ്ട്, പണച്ചെലവുകളുണ്ട്. അങ്ങനെയാണല്ലോ ഒരു ഖുർആന്റെ കോപ്പി ഉണ്ടാകുന്നത്. അത് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആളുകൾ അത് നിർവഹിക്കുന്നത്. മുസ്ഹഫൻ വറസഹു. നാലാമത്തൊരു കാര്യം, ഔ മസ്ജിദൻ ബനാ, പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകും. ഔ മസ്ജിദൻ ബന, ഒരുപാട് വിശദീകരണങ്ങളുള്ള ഒന്നാണ്. ഔ മസ്ജിദൻ ബന എന്ന് പറയുമ്പോൾ ഒരു വലിയ പള്ളി ഉണ്ടാക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്യ വേണം. അതെങ്ങനെ നമുക്ക് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ വലൗ കമിഫ്ഹസി ഖത്വാത്തിൻ, പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പള്ളി 2 നിലയോ 3 നിലയൊക്കെയുള്ള ആയിരക്കണക്കിന് 500 ആൾക്ക് 600 ആൾക്ക് 700 ആൾക്കൊക്കെ നിസ്കരിക്കാനുള്ള പള്ളി എന്ന് മാത്രമല്ല, ഒരു കുരുവിയുടെ കൂടിന്റെ അത്ര, റസൂലിന്റെ ഒരു പ്രയോഗമാണ്, ഒരു കുരുവിയുടെ കൂടിന്റെ അത്ര ഒരു ചെറിയ നിസ്കാര പള്ളി നമ്മൾ ഉണ്ടാക്കിയാൽ അതിൽ 10 ആൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് ബനാ മസ്ജിദൻ, ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ എന്ന പരിധിയിലാണ് വരിക. ഒരു വലിയ പള്ളിയുടെ നിർമ്മാണത്തിൽ നമ്മൾ പങ്കാളിയായാൽ, ഷെയർ ഉണ്ടായാൽ, ഓഹരി ഉണ്ടായാൽ, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, അള്ളാഹിനു വേണ്ടി ആരെങ്കിലും ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ എന്ന ഗണത്തിലാണ് വരിക. അങ്ങനെ ഉണ്ടാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാവും. കാരണം ആ പള്ളി നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ പള്ളി, ഇതിന്റെ സ്ഥലം, ഇതിന് പണം തന്നവർ, ഈ പള്ളി ഇതിന്റെ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി പണം ചെലവഴിച്ചവർ, അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യുന്നത് മരണാനന്തരം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഔ ബൈത്തൻ ലി ബിൻ സബീൽ, വഴിയാത്രക്കാർക്ക് തങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അത് ഒരു വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഔ ബൈത്തൻ ലി ഇബ്നി സബീൽ, വഴിയാത്രക്കാർക്ക്, യാത്രക്കാരായ ആളുകൾക്ക് തങ്ങാനുള്ള, താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഔ നഹ്റൻ അജ്റാ, അതല്ലെങ്കിൽ കുടിവെള്ളം, മനുഷ്യർക്ക് ആവശ്യത്തിന് ഉപയോഗത്തിന് വെള്ളം നൽകുന്നത്, അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അഇമ്മത്തുൽ ഹദീസ് ഹാക്കിം, മുസ്തദറക്കിന്റെ രചയിതാവായ ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു ചരിത്രം കാണാം. അദ്ദേഹത്തിന്റെ മുഖത്ത്, അദ്ദേഹത്തിന്റെ തന്നെ സീറയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പ്രബലമായൊരു ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു മുറിവുണ്ടായി. കുറെ കാലം, 1 വർഷത്തോളം അതിന്റെ ചികിത്സകൾ നടത്തി. അതിന് മാറ്റം ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ വീടിന്റെ സമീപത്ത് ഒരു വലിയ കിണർ തയ്യാറാക്കുകയും ആളുകൾക്ക് ആവശ്യത്തിന് കുടിക്കാനും മറ്റുപയോഗങ്ങൾക്കൊക്കെ വെള്ളമെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അത് കഴിയുമ്പോൾ, കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അസുഖം മാറി എന്ന് ചരിത്രം പറയുകയും ആ പറയുന്ന ചരിത്രത്തിന്റെ കൂടെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ ധർമ്മം, വെള്ളം ആളുകൾക്ക് കുടിക്കാനും മറ്റുപയോഗങ്ങൾക്കൊക്കെ വെള്ളം തയ്യാറാക്കി കൊടുക്കുക എന്ന് പറയുന്നത് മരണാനന്തരവും പ്രതിഫലം ലഭിക്കുന്ന, നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് കൂലി ലഭിക്കുന്ന വലിയ നന്മകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഏതെങ്കിലും കുടിവെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഒരു കിണർ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവഴിക്കുന്നത്
വലിയ നന്മയാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന പുണ്യമാണ്. മരണാനന്തര ജീവിതത്തിലും അത് ഉപകാരപ്പെടും. ഏഴാമതായി അല്ലാഹു റസൂൽ പറഞ്ഞത് സ്വതക്കയെക്കുറിച്ചാണ്, ദാനധർമ്മങ്ങളെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള, വളരെ വിശദമായി ചർച്ച ചെയ്യാറുള്ള കാര്യം. ഈ 7 കാര്യങ്ങൾ മരണാനന്തര ജീവിതത്തിൽ, നിങ്ങളുടെ മരണശേഷം, മരണാനന്തര ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നല്ല, നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതും ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതുമായ കാര്യങ്ങളെ തെരഞ്ഞെടുക്കാൻ, അത് സ്വീകരിക്കാൻ, അത് മതി എനിക്ക് എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വർത്തവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ രോഗങ്ങളെ ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ വാപ്പമാരിൽ, നമ്മുടെ ഉമ്മമാരിൽ, ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, മക്കളിലൊക്കെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വേദന അനുഭവിക്കുന്നതാണ് രോഗമെന്ന് പറയുന്നത്. രോഗികൾക്കുള്ള പ്രാർത്ഥന വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു വിശ്വാസി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മരുന്നിനോളം ഫലം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട രോഗികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ രോഗങ്ങളെ ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും തിന്മകളും അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം പരലോകത്ത് സ്വർഗാവകാശികളാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.